ബന്ധപ്പെട്ട് ഈ പറയുന്ന സമിതി പഠനം നടത്തുമായിരിക്കും. ഇപ്പോൾ കേന്ദ്രത്തിന് കത്തയക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിർണായകമായ കാര്യം ഇത് കേന്ദ്രം ഈ കരാറിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. കേന്ദ്ര നിലപാട് അത്രത്തോളം പ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം എന്താണ് കേന്ദ്രം ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഈ പിന്മാറ്റം അതെങ്ങനെ കേന്ദ്രം ഈ ഒരാഴ്ചയ്ക്കുള്ളിലുള്ള ഈ പിന്മാറ്റം എങ്ങനെ അംഗീകരിക്കുന്നു എന്നുള്ളത് മാത്രവുമല്ല, നേരത്തെ വിജിൻ പറഞ്ഞതുപോലെ ഈ കത്തയച്ചിട്ടുണ്ടെങ്കിൽ ഈ CPI വിഷയം ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുന്നു എന്ന രീതിയിൽ അത് കണക്കാക്കേണ്ടതുണ്ടോ വരും ദിവസങ്ങളിലും? കാരണം നേരത്തെ തന്നെ അവർ ഉയർത്തിപ്പിടിക്കുന്ന അവരുടേതായിട്ടുള്ള നയങ്ങളുണ്ട്. ഇടതുപക്ഷ നയത്തിന് ഒട്ടും യോജിക്കാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത് എന്നുവരെ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യത്തിൽ മാറ്റം വരുന്നില്ലല്ലോ അപ്പോഴും. തീർച്ചയായും അതുതന്നെയാണ്. അതായത് നയപരമായ പ്രശ്നം ഉയർത്തിയാണ് CPI ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചത്. PMC പദ്ധതി അത് വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ്. അത്തരത്തിലാണ് കേന്ദ്ര സർക്കാർ PMC പദ്ധതിയുമായി മുന്നോട്ട് വന്നത് എന്നുള്ള നിലപാടായിരുന്നു. നേരത്തെ CPM-നും അതേ നിലപാട് തന്നെയാണ് ഉണ്ടായിരുന്നത്. LDF-ന്റെ ഒരു പൊതു നിലപാടും അത് തന്നെയായിരുന്നു. അതിനിടയിലാണ് ഈ SSK ഫണ്ട് നഷ്ടപ്പെടുന്ന സാഹചര്യവും 2 വർഷമായി SSK-യിലെ ജീവനക്കാർക്കുൾപ്പെടെ ശമ്പളം പറ്റാത്ത സാഹചര്യവും ഒക്കെ ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ അവസാന ഘട്ടത്തിൽ ഒരു മന്ത്രിസഭയിലെ ചർച്ച പോലും ഇല്ലാതെ ഇങ്ങനെ ഒരു കരാറിൽ ഒപ്പുവെച്ചത് എന്നുള്ളതാണ് CPM വിശദീകരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പും വിശദീകരിച്ചത് അത്തരത്തിൽ തന്നെയാണ്. മുഖ്യമന്ത്രിയും ഈ കാര്യം തന്നെയായിരുന്നു CPM സെക്രട്ടേറിയറ്റിലും ഒപ്പം തന്നെ CPI സംസ്ഥാന സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിലുമൊക്കെ ഈ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ നയപരമായ കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ആ നയത്തിൽ നിലവിൽ PMC-യിൽ ഒപ്പിട്ടതിൽ നിന്ന് പിന്മാറാനോ അത് കരാർ പിൻവലിക്കാനോ ഉള്ള ഒരു നടപടിയിലേക്ക് നിലവിൽ കടക്കില്ല. പക്ഷേ താൽക്കാലികമായി മരവിപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ കേന്ദ്ര സർക്കാരിനെ അത്തരം നിർദ്ദേശമാണ് സമർപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ വിവാദ വ്യവസ്ഥകൾ, അതായത് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാനും വർഗീയ അജണ്ട നടപ്പിലാക്കാനും ഒക്കെ ശ്രമിക്കുന്നു എന്നുള്ള അത്തരം വ്യവസ്ഥകൾ അത് നടപ്പിലാക്കണമെന്ന വ്യവസ്ഥകൾ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഈ MOU-ൽ പറയുന്ന കാര്യമെന്ന് പറയുന്നത് അത് നിലവിൽ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് ഈ കരാറിൽ നിന്ന് പിന്മാറാൻ ഉള്ള അധികാരമില്ലത്. അല്ലെങ്കിൽ ഇരു കക്ഷികളും ചേർന്ന് ഒരു തീരുമാനമെടുത്ത് കരാറിൽ നിന്ന് പിന്മാറണം. അതുമല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും ഒരു കക്ഷിക്ക് കോടതിയെ സമീപിക്കാൻ കഴിയും എന്നുള്ളതാണ്. ദില്ലി കേന്ദ്രീകരിച്ചുള്ള കോടതിയെ സമീപിക്കുകയും അങ്ങനെ കരാർ റദ്ദാക്കണം, തങ്ങൾക്ക് നിലവിലെ നിബന്ധനകൾ പാലിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കാണിച്ച് കോടതിയെ സമീപിക്കണം എന്നുള്ളതാണ് MOU-ൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കുക അത് ഉപസമിതിയായിരിക്കും. നിലവിൽ എന്തായാലും കരാറുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യവും നടത്തില്ല എന്ന കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആ ഫോർമുലയിലാണ് നിലവിൽ CPI വഴങ്ങുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് വിജയൻ, എത്രത്തോളം സമ്മർദ്ദം ഇതിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ CPI യോഗത്തിൽ നിന്ന് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നൊക്കെ പറയുന്നത് മുന്നണിക്കുണ്ടാക്കുന്ന ഒരു തിരിച്ചടി. ആ സമ്മർദ്ദം അത് വലിയ രീതിയിൽ ബാധിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതിൽ നിന്നാണോ ഇതിൽ പങ്കെടുക്കാം എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ? കാരണം കഴിഞ്ഞ മണിക്കൂറുകളിൽ പോലും അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. പെട്ടെന്നുണ്ടായിരിക്കുന്നതാണോ, ഇല്ലെങ്കിൽ നേരത്തെ തന്നെ CPI-യുടെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നോ സമ്മർദ്ദത്തിൽപ്പെടുത്തി കേന്ദ്രത്തിന് കത്തയപ്പിക്കാമെന്നുള്ളത്? ധന്യ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ CPI സംസ്ഥാന സെക്രട്ടറിയും ആലപ്പുഴയിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം CPI-CPM കേന്ദ്ര നേതൃത്വങ്ങൾ തന്നെ ഇക്കാര്യത്തിലുള്ള ഒരു ആശയവിനിമയം നടത്തുകയും ഒരു സമവായത്തിലേക്ക് എത്തണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CPI ദേശീയ നേതൃത്വവുമായി CPM അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി തന്നെ നേരിട്ട് ചർച്ച നടത്തുകയും ഇക്കാര്യത്തിൽ സമവായത്തിലേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും മന്ത്രിസഭാ യോഗത്തിൽ നിന്നുൾപ്പെടെ വിട്ടുനിൽക്കുന്നത് അത് ശരിയായ രീതിയല്ല എന്നുള്ള നിലപാട് ഉൾപ്പെടെ CPI നേതാക്കൾക്ക് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പരസ്യമായി മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുമെന്ന മന്ത്രിമാരോ CPI നേതാക്കളോ ഒന്നും പറയാതിരുന്നതിന് കാരണവും അതിനാൽ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുക എന്നത് അത് പ്രധാനപ്പെട്ട മന്ത്രിസഭാ യോഗമാണ്. നവംബർ 1-നാണ് ഒരു പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടിയിട്ടുള്ളത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ പദ്ധതികൾക്ക് ഉൾപ്പെടെ അംഗീകാരം നൽകാനാണ്, അതിന്റെ പ്രഖ്യാപനം നടത്താനാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗവും ആ പ്രഖ്യാപനങ്ങൾക്കുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന മന്ത്രിസഭാ യോഗമാണ്. അതിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ CPI-യുടെ വകുപ്പുകൾ തന്നെയാണ്. പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പോകുന്നവരുടെ വകുപ്പുകളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ CPI-യുടെ വകുപ്പുകളിൽ ഉൾപ്പെടെ ഇത്തരം പദ്ധതികൾ ഉണ്ടാകുകയും അത് ചർച്ചയ്ക്കെടുക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് അവർ നിൽക്കുകയും ചെയ്താൽ അത് വിയോജിച്ച് മാറി നിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അത്തരമൊരു നടപടിയിലേക്ക് കടക്കരുത് എന്നുള്ളൊരു കാര്യം CPI-ക്ക് മുന്നിലുമുണ്ട്. മാത്രവുമല്ല വിജയൻ, നമുക്കറിയാം 2-3 ദിവസങ്ങളിലായിട്ട് ഏത് രീതിയിലാണ് പ്രതിപക്ഷം ഇത് കൈകാര്യം ചെയ്യുന്നത് എന്നത്
നമ്മൾ കണ്ടതാണ്. ഇതിൽ അവർ പറയുന്നത്, അതായത് PM ശ്രീയെ സംബന്ധിച്ച് നമുക്കറിയാം, അതിനി ആ ധാരണാപത്രം റദ്ദാക്കാൻ അത് കേന്ദ്ര സർക്കാരിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിൽ ആ നിബന്ധനകളിൽ അത് വളരെ വ്യക്തവുമാണ്. അതിനപ്പുറത്തേക്ക് കത്തയക്കലിൽ വലിയ കാര്യമുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ തോന്നുന്നില്ല. എന്തായാലും ഒരു രാഷ്ട്രീയ ഒത്തുതീർപ്പ്, അതിനുള്ള ഒരു അടവ് നയം എന്ന രീതിയിലാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത്. അത്തരത്തിലൊരു ഒത്തുതീർപ്പ്, ആളുകളെ ജനങ്ങളെ പറ്റിക്കുന്നതിലേക്ക് വോട്ട് എന്നത് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് എന്ന രീതിയിലാണ് പ്രതിപക്ഷം ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ വിലയിരുത്തുകയാണെങ്കിൽ എന്തായിരിക്കും മുന്നണി ഉദ്ദേശിക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കേണ്ടതില്ലേ ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന, ഇല്ലെങ്കിൽ ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്ന CPIയുടെ നിലപാടിൽ? തന്നെ ഇക്കാര്യത്തിൽ രണ്ട് പാർട്ടികൾക്കും ജനങ്ങളോട് വിശദീകരിക്കേണ്ടി വരും. കാരണം CPIM ഇക്കാര്യത്തിൽ നയവ്യതിയാനം നടത്തി എന്നുള്ളതായിരുന്നു CPIയുടെ പ്രധാന ആരോപണം. അതിനുശേഷം ആ കരാറിൽ നിന്ന് പിന്മാറിയെടുത്തോളം കാലം ഈ നയവ്യതിയാനം എന്നുള്ള ചോദ്യം ആ ചോദ്യം ഉയരുക തന്നെ ചെയ്യും. പക്ഷേ അവർ വ്യക്തമാക്കുന്നത് നയപരമായി ഇങ്ങനെ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനുള്ള ഒരു തീരുമാനവും ഈ കരാറിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ് CPIM വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ കൺകറന്റ് പെട്ടതായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് SCRT പാഠപുസ്തകങ്ങൾ മാത്രമായിരിക്കും എന്ന് വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു ഫെഡറൽ തത്വങ്ങൾ അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെയുള്ള കരാറുകൾ ഉണ്ടാകുമ്പോൾ അതിന്റെ വ്യവസ്ഥകൾ ഒഴിവാക്കി നടപ്പിലാക്കാനുള്ള ഏതെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കണം. കാരണം വലിയ തുക ലഭിക്കുന്ന പദ്ധതികളാണ് ഓരോന്നും. പദ്ധതിക്ക് പുറമെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുടെ ഭാഗമല്ലാത്ത SSKയെ ഉൾപ്പെടെ അതിന്റെ ഫണ്ട് ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് നയപരമായ വ്യതിയാനം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുള്ള മറുപടിയായിരിക്കും ഉണ്ടാവുക. നയപരമായ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതായിരിക്കും ഇരു പാർട്ടികളും വിശദീകരിക്കാൻ പോകുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ വിഷയത്തിലുള്ള ഒരു സമവായം ഉണ്ടായിട്ടുണ്ട്. ആ സമവായം മന്ത്രിസഭാ യോഗ ബഹിഷ്കരണത്തിൽ നിന്നും ഒപ്പം തന്നെ കടുത്ത വിമർശനത്തിൽ നിന്നും CPIയെ ഒഴിവാക്കുന്നതാണ്. അതിനുള്ള ഫോർമുല തയ്യാറാക്കിയത് ഇരു പാർട്ടികളുടെയും കേന്ദ്ര നേതൃത്വം തന്നെയാണ് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും അല്പസമയത്തിനകം ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ 4 CPI മന്ത്രിമാരും പങ്കെടുക്കും. ഒപ്പം തന്നെ ഉപസമിതി ഉൾപ്പെടെ ആ മന്ത്രിസഭാ യോഗത്തിൽ രൂപീകരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്.